ഇന്ത്യൻ ആർമിയുടെ ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന എയർഫോഴ്സും നേവൽ ഫോഴ്സും കാര്യമായി പങ്കെടുത്തൊരു യുദ്ധമായിരുന്നു 71. അതിനുശേഷം കാര്യമായി അങ്ങനെ അധികം പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. നേവൽ ഫോഴ്സിന് പ്രത്യേകിച്ചും, നേവിക്ക് അധികം അങ്ങനെ പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ 99 അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ 71 3 ഫോഴ്സും പങ്കെടുത്തു, കാര്യമായി തന്നെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പറയാതെ നമുക്ക് ഈ 71 യുദ്ധം പൂർണ്ണമാവില്ല ഉറപ്പായിട്ടും. വൈജയ് 1971 ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേക സിഗ്നിഫിക്കൻസ് ജോയിൻനെസ്സാണ്. ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല ആരുടെ ആയിരുന്നു ഏറ്റവും ഡിസൈസീവ് റോൾ എന്ന് പറയാനും പാടില്ല വാസ്തവത്തിൽ. കാരണം എല്ലാവരും ഈക്വലി കൺട്രിബ്യൂട്ട് ചെയ്തു. 100% നമ്മൾ 33.33, 33.33, 33.33 എന്ന് വേണം പറയാൻ. പക്ഷേ ഇതിൽ നമുക്ക് 33.33 എന്ന് എല്ലാവർക്കും പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഒരു 30% മുക്തിബാഹിനിയുടെയാണ് റോൾ, ബാക്കിയുള്ള 70% നമുക്ക് പങ്കിടാം. ഈ എയർഫോഴ്സിനെ പറ്റിയിട്ട് ആദ്യം പറയാം. എയർഫോഴ്സിൻ്റെ റോൾ ബാറ്റിൽ ഓഫ് ലോങ്കവാലയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യു സി, ഡിസംബർ 3 ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്കാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് ചെയ്തത്. ആ പ്രിവെൻറ്റീവ് സ്ട്രൈക്കിൽ ഈ 12 എയർഫീൽഡുകളും അവർ ടാർഗറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരൊറ്റ എയർക്രാഫ്റ്റിനെ പോലും ന്യൂട്രലൈസ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ദാറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെൻറ്റ്. ഒരൊറ്റ എയർക്രാഫ്റ്റ് പോലും ന്യൂട്രലൈസ് ആയില്ല. റൺവേകൾ കുറേ ഡാമേജായി. ആ റൺവേകൾ വിത്തിൻ 6 to 8 hours ഓൾ ദി റൺവേസ് വർ റിപ്പയർഡ്. പിറ്റേ ദിവസം രാവിലെ, രാത്രിയാണല്ലോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എമർജൻസി ഡിക്ലെയർ ചെയ്തതും യുദ്ധം സ്റ്റാർട്ടായി എന്ന് ഒക്കെ പറയുന്നത്. 4 രാവിലെ ഇന്ത്യൻ എയർഫോഴ്സ് took off and within 2 days we achieved almost complete air superiority. അതിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നമ്മൾ കേട്ട ഏറെക്കുറെ എല്ലാ എയർഫീൽഡുകളെയും നമ്മുടെ എയർഫോഴ്സ് ടാർഗറ്റ് ചെയ്തിരുന്നു. മെയിനായിട്ട് സർഗോദയെ നിശേഷം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. റാവൽപിണ്ടിയെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. കറാച്ചിയെ നമ്മൾ ടാർഗറ്റ് ചെയ്തു. ലാഹോറിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തു. ഓക്കെ, സോ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ, ഏകദേശം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫേവറബിൾ എയർ സിറ്റുവേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് എയർഫോഴ്സിനെ കൊണ്ട് സാധിച്ചു. എയർഫോഴ്സിനെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ട്രൂപ്സിന് വളരെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഈസ്റ്റ് ബംഗാളിൽ, അതായത് ഈസ്റ്റ് പാകിസ്ഥാനിൽ എയർഫോഴ്സിൻ്റെ പ്രസൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ അവിടെയും വിതിൻ 2 days അവരുടെ കംപ്ലീറ്റ് എയർഫോഴ്സിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അത് ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റി പറയുമ്പോൾ ഇനി ബംഗ്ലാദേശ് എയർഫോഴ്സിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ കഥ കംപ്ലീറ്റ് ആവില്ല. ബംഗ്ലാദേശിൽ അവരുടേതായിട്ടുള്ള, ബംഗ്ലാദേശ് ആർമിയുടെ അടുത്ത് അവരുടേതായിട്ടുള്ള എയർക്രാഫ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് സിവിലിയൻ ചാനലിൽ കൂടെ ഇന്ത്യ 3 എയർക്രാഫ്റ്റുകൾ സംഭാവന ചെയ്തെന്ന് തന്നെ പറയട്ടെ, ഗിഫ്റ്റ് ചെയ്തെന്ന് തന്നെ പറയട്ടെ. അങ്ങനെ 3 എയർക്രാഫ്റ്റുകൾ അവർക്ക് കൊടുത്തു. ഒന്ന് ഒരു ഡക്കോട്ട, മറ്റൊന്ന് ഒരു എലിയട്ട് 3, പിന്നെ ഒന്ന് അതിൻ്റെ എക്സാക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല, വേറൊന്ന് അതൊരു എൻ്റെ പേര് പിന്നീട് ഞാൻ പറഞ്ഞുതരാം, ഓർമ്മ ഒന്ന് പറയുന്നത്. 3 എയർക്രാഫ്റ്റുകളാണ് അവർക്ക് കൊടുത്തത്. ഈ 3 എയർക്രാഫ്റ്റുകളെയും മോഡിഫൈ ചെയ്തു. നമ്മൾ അവർക്ക് മോഡിഫൈ ചെയ്ത് കൊടുത്തു. ഓഫ് കോഴ്സ് അവരുടെ ടെക്നീഷ്യൻസും കൂടെ ഇൻവോൾവ് ആയിരുന്നു ഇതിനകത്ത്. യുദ്ധം തുടങ്ങുമ്പോൾ ഏകദേശം 1000 ആൾക്കാർ മാത്രമാണ് അവരുടെ എയർഫോഴ്സിലുണ്ടായിരുന്നത്. അതിൽ 100 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അറൗണ്ട് 900 അപ്രോക്സിമേറ്റ് ഫിഗേഴ്സാണ് ഞാൻ പറയുന്നത്. 900 ജവാന്മാരുണ്ടായിരുന്നു.
ഇവർ, അതായത് ഈ മുക്തിവാഹിനിയുടെ ഈ 3 എയർക്രാഫ്റ്റുകളുണ്ടല്ലോ, അവർ ഗംഭീര റോൾ ചെയ്യുന്നവരുടെ. അതിൽ ഈ എലിയോട്ട് 3 ഉണ്ടല്ലോ, എലിയോട്ട് 3യെ മോഡിഫൈ ചെയ്തിട്ട് അതിനകത്ത് 14 മിസൈൽസും 25 പൗണ്ടറും 20 പൗണ്ടർ അതായത് ബോംബുകളും ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. എന്നിട്ട് ഇവർ ഏറ്റവും ആദ്യം കൊമില എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഒരു ഓയിൽ സ്റ്റോറേജ് ടാങ്ക് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇവർ ആദ്യം കൊണ്ടുപോയിട്ട് ശ്രീഗണേഷ് തുടങ്ങിയ അതൊന്ന് ശേഷം കത്തിച്ചു കളഞ്ഞു. ഇവർക്ക് നമ്മൾ ഈ കൊടുത്ത ഡക്കോട്ട ഉണ്ടല്ലോ, അത് ട്രൂപ്സിനെ കയറി ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചത്. നമ്മളുടെ ഓൺ എയർക്രാഫ്റ്റ്, ആ ഓൺ എയർക്രാഫ്റ്റ് കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ എയർഫീൽഡുകളെയും നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അത് കാരണം നമുക്കൊരു അബ്സലൂട്ട് എയർ സുപ്പീരിയോറിറ്റി കിട്ടി. ഈ എയർ സുപ്പീരിയോറിറ്റി കാരണമാണ് നമുക്ക് ഈ മേഘ്ന ഹെലി ബ്രിഡ്ജ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയതും തങ്കയിൽ എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയതും. ഇന്ത്യൻ എയർഫോഴ്സ് അങ്ങനെ ഒരു സക്സസ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ 2 കാര്യങ്ങളും ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. റൈറ്റ്. അതുകൂടാതെ പിന്നെ ലോങ്കേവാലയിലത്തെ ആ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി INS വിക്രാന്തിലുണ്ടായിരുന്ന എയർക്രാഫ്റ്റുകൾ, അത് നേവിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിലും ആ എയർക്രാഫ്റ്റുകൾ ചിറ്റഗോങ് കോക്സസ് ബജാർ ആ ഭാഗത്തൊക്കെയുള്ള ഇവരുടെ കംപ്ലീറ്റ് ആമിനേഷൻ ഡമ്പകളും ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ന്യൂട്രലൈസ് ചെയ്തു. റൈറ്റ്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു റോൾ ശ്രീനഗർ എയർഫീൽഡിൽ എയർഫോഴ്സിനുണ്ടായതായിരുന്നു. ശ്രീനഗർ എയർഫീൽഡിൽ അധികം പൈലറ്റ്മാരും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഹില്ലി റീജിയൻ ആണല്ലോ, മൗണ്ടനസ് ടെറൈനാണ്, അവിടെ എയർഫോഴ്സിന് വലിയ റോളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പാകിസ്ഥാൻ ശ്രീനഗറിനെ ടാർഗറ്റ് ചെയ്തു. പാകിസ്ഥാൻ ശ്രീനഗറിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെ റെഡിലി 2 എയർക്രാഫ്റ്റാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ദിസ് ഹാപ്പൻഡ് ഓൺ 5th itself, 5ാം തീയതിയാണ് സംഭവം. അവിടെ 2 പൈലറ്റ്മാരുണ്ടായിരുന്നതിൽ ഒന്ന് ഫ്ലൈയിങ് ഓഫീസർ നിർമ്മൽജിത്ത് സിംഗ് സേഗോൺ. ഫ്ലൈയിങ് ഓഫീസർ എന്ന് പറയുന്നത് വെരി വെരി ജൂനിയർ ഓഫീസറാണ്. ഓക്കെ, ലെഫ്റ്റനൻറ്റ്. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ആ എയർക്രാഫ്റ്റ് കുറച്ച് സീനിയർ ആയിട്ടുള്ള നാറ്റായിരുന്നു, GN-18 നാറ്റ്. ആ നാറ്റിലെ ആ പൈലറ്റ് ഈ ടൂക്ക് ഓഫ്. പക്ഷെ പിന്നീട് അദ്ദേഹം എവിടെ പോയി എങ്ങനെ പോയി എന്നുള്ളതൊന്നും ആ സമയത്ത് ഈ ഫ്ലൈയിങ് ഓഫീസർ അതായത് നിർമ്മൽജിത്ത് സിംഗ് സേഗോണിന് അറിയില്ല. അതേ സമയത്താണ് പാകിസ്ഥാനിൽ നിന്ന് 5 എയർക്രാഫ്റ്റുകൾ ശ്രീനഗറിനെ ആക്രമിക്കാനായിട്ട് വരുന്നു. നിർമ്മൽജിത്ത് സിംഗ് സേഗോണിന് തോന്നി ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യില്ല, വിൽ ബി എ സിറ്റ് ഇൻ ഡക്ക്. സോ ഹി ടൂക്ക് ഓഫ്. പിന്നീട് അവിടെ നടന്ന ആ എയർ ടു എയർ കോമ്പാറ്റിൽ 2 പാകിസ്ഥാൻ സബർ ജെറ്റുകളായിരുന്നു, അവരെ ഹി നോക്കു 2 എണ്ണം. പക്ഷേ 3ാമത്തേനെ എയിം ചെയ്ത് പോകുമ്പോഴത്തേന് ഈ 3 ബാക്കിയുള്ള എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ പാകിസ്ഥാനെ, അവർ നിർമ്മൽജിത്ത് സേഗോണിൻ്റെ എയർക്രാഫ്റ്റിനെ വന്നു വളഞ്ഞു. ആൻഡ് ദേ ഹിറ്റ് ഹിം. നിർമ്മൽജിത്ത് സിംഗ് സേഗോണിൻ്റെ ആ എയർക്രാഫ്റ്റ് വാസ് ബസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്. അത് എക്സാക്ട്ലി എവിടെ ചെന്ന് വീണു എന്നുള്ളതൊന്നും അന്ന് ആർക്കും അറിയാൻ പറ്റില്ല. നിർമ്മൽജിത്ത് സിംഗ് സേഗോണിൻ്റെ ഹി ബിക്കേം എ മാർട്ടയർ. ഡെഡ് ബോഡി റിട്രീവ് ചെയ്യാൻ പറ്റില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എവിടെയാണ് വീണെന്നുള്ളത് എൻ്റെ അറിവിൽ, കാരണം ഞാൻ മീഡിയയിലൊക്കെ ചെക്ക് ചെയ്തു, പുകളിലൊക്കെ ചെക്ക് ചെയ്തു, അറിയില്ല. ഫ്ലൈയിങ് ഓഫീസർ നിർമ്മൽജിത്ത് സിംഗ് സേഗോൺ വാസ് ദ വൺ ആൻഡ് ഓൺലി പരംവീർ ചക്ര അവാർഡീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. സോ എയർഫോഴ്സിൻ്റെ റോൾ ഇറ്റ് വാസ് മാഗ്നിഫിസൻറ്റ്. ഇറ്റ് വാസ് സിംപ്ലി ഗ്രേറ്റ്. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും എയർഫോഴ്സിന് നമുക്ക് ഇയർമാർക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ബാറ്റിൽ ഓഫ് ചമ്പിൽ നമ്മൾക്ക് എയർഫോഴ്സ് അവൈലബിൾ അല്ലായിരുന്നു, കാരണം റിസോഴ്സസ് ഇല്ല.
ബാറ്റിൽ ഓഫ് ചമ്പിൽ അഥവാ നമുക്ക് എയർഫോഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ അവിടെ ഇട്ടിട്ട് നമുക്ക് ചവിട്ടിക്കൂട്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് നോട്ട് പോസിബിൾ. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഫോർ എക്സാമ്പിൾ ബാറ്റിൽ ഓഫ് ബസന്തറിലും നമുക്ക് എയർഫോഴ്സിൻ്റെ അതായത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, അതായത് ആർമിക്ക് സപ്പോർട്ടായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ. ചിലപ്പോൾ നമ്മൾ എയർഫോഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നത് വെറും ആർമിയെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് സ്ട്രാറ്റജിക് ടാർഗറ്റ്സ് ഉണ്ടല്ലോ. സ്ട്രാറ്റജിക് ടാർഗറ്റ് എന്ന് പറയുന്നത് അവരുടെ ലോജിസ്റ്റിക് ഇൻസ്റ്റലേഷൻസ്, അവരുടെ കോൺസെൻട്രേഷൻ ഏരിയാസ്, ഡാംസ്, അമ്യൂണിഷൻ ഡംപ്സ്, പെട്രോൾ ഡെപ്പോസ്, ഇതൊക്കെയും ഇവരുടെ ടാർഗറ്റുകളാണ്. ഹെഡ് ക്വാർട്ടേഴ്സ്, അതിനൊക്കെയും പിന്നെ എന്താ പറയുക റിസോഴ്സസ് ഇയർമാർക്ക് ചെയ്യണം. സോ എയർഫോഴ്സ് എന്ന പരിമിതമായിട്ടുള്ള എയർഫോഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ദേ വർ എംപ്ലോയ്ഡ് എക്സ്റ്റെൻസീവ്ലി ആൻഡ് ദെയർ കൺട്രിബ്യൂഷൻ വാസ് ട്രെമൻഡസ്. എയർ മാർഷൽ എയർ ചീഫ് മാർഷൽ PC ലാലായിരുന്നു എയർഫോഴ്സിൻ്റെ ബോസ്. ആൻഡ് ഇവിടെ ബംഗ്ലാദേശിൽ ഐ തിങ്ക് ഇറ്റ് വാസ് എയർ മാർഷൽ MM എഞ്ചിനീയർ. ഇന്ത്യൻ നേവി അന്ന് കറാച്ചി കത്തിച്ച എന്നുള്ള രീതിയിലുള്ള അതൊരു വലിയ അഭിമാനത്തോടെ നമ്മൾ പറയുന്നതാണ്. ഓപ്പറേഷൻ ട്രിഡൻറ്റ്, ഓപ്പറേഷൻ പൈത്തൺ തുടങ്ങിയ, അതുപോലെ തന്നെ PNS ഖാസി നമുക്ക് ഉണ്ടാക്കിയ ഭീഷണി, INS കുക്രിയുടെ തകർച്ച, വിക്രാന്തിനെ ലക്ഷ്യമിട്ടുള്ള അതിനെ നമ്മൾ എങ്ങനെ നേരിട്ടു, ഇങ്ങനെ ഒരു ഇന്ത്യൻ നേവൽ ഹിസ്റ്ററിയിൽ ചരിത്രപ്രസിദ്ധമായ ഒരു യുദ്ധം തന്നെയായിരുന്നു 71. ഇൻഫാക്റ്റ് വായിജത്ത്, ഈ 13 ദിവസം കൊണ്ട് നമുക്ക് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് പാകിസ്ഥാനെ 2 കഷ്ണമായിട്ട് വിഭജിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു ഇന്ത്യൻ നേവിയുടെ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. 1965 യുദ്ധത്തിൽ നേവിക്ക് റോളൊന്നും കാര്യമായിട്ടുണ്ടായതായിട്ട് അറിയില്ല. അതായത് പാകിസ്ഥാനികൾ 3-ാം തീയതി നമ്മുടെ എയർ സ്പേസ് വിധിച്ചു, അവർ ആക്രമണം തുടങ്ങി. അന്ന് തന്നെ കറാച്ചി ഹാർബറിനെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് തീരുമാനിച്ചു. അതിനായിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കേണ്ടായി. ഈ ടാസ്ക് ഫോഴ്സ് USSR നിർമ്മിതമായിട്ടുള്ള മിസൈൽ ബോട്ടുകളായിരുന്നു. ആ ഒരു സ്ട്രൈക്കിൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്ട്രൈക്കിൽ 3 മിസൈൽ ബോട്ടുകളാണ് പങ്കെടുത്തത്. ഓക്കെ, ഒന്ന് INS നിപ്പട്ട്, മറ്റൊന്ന് INS നർഗട്ട്, ആൻഡ് തേർഡ് വൺ വാസ് INS വീർ. ഈ മിസൈൽ ബോട്ടുകളിൽ 4 വീതം മിസൈൽസാണ് ഓരോന്നിലും ഉണ്ടായിരുന്നത്. ഓഖ എന്ന് പറയുന്ന അവിടെ നമ്മളുടെ ഒരു ചെറിയൊരു ഹാർബറുണ്ട്, വലിയ ഹാർബറൊന്നുമല്ല. അവിടെയായിരുന്നു ഈ മിസൈൽ ബോട്ടുകൾ ഡിപ്ലോയ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 400 കിലോമീറ്റർ ദൂരത്തിലാണ് കറാച്ചിയിൽ നിന്ന്. ഈ 400 കിലോമീറ്റർ ദൂരത്തുനിന്ന് വേണം ഈ മിസൈൽ ബോട്ടുകൾക്ക് കറാച്ചിയിൽ പോകാനായിട്ട്. ഇതിനായിട്ട് നിയോഗിച്ചത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ കമാൻഡർ ബബ്രുവാൻ യാദവ്, BB യാദവ് എന്ന് പറയുന്ന ഒരു ഓഫീസറാണ്. ഇവർ മാത്രം പോയേണ്ടതുണ്ടെങ്കിൽ ഇവർക്ക് അത്ര റേഞ്ചില്ല. 70 കിലോമീറ്റർ ദൂരത്തുനിന്നേ ഈ മിസൈൽ എഫക്റ്റീവ് ആവുള്ളൂ. ഇത്രയും 400-460 കിലോമീറ്റർ ദൂരത്തേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഈ മിസൈൽ ബോട്ടുകൾക്കില്ല. അവരെ എസ്കോർട്ട് ചെയ്യണം, റൈറ്റ്. അപ്പോൾ അതിനായിട്ട് 2 അഡീഷണൽ ഫ്രിഗറ്റ്സിനെ വെച്ചു. പിന്നെ ഇവർക്ക് വേണ്ടതായിട്ടുള്ള ഫ്യൂലൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് മറ്റൊരു ഷിപ്പ്. അങ്ങനെ 6 ഷിപ്പുകളാണ് പ്രൈമറിലി ആ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഒരു മിസൈൽ ബോട്ട് റിസർവിലായിരുന്നു തോന്നുന്നു.
എന്തായാലും ഇവർ ഒക്കെ ഒന്ന് പുറപ്പെട്ടു. അങ്ങനെ കറാച്ചിയിലെത്തി. ഏകദേശം 460 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഇവർ ആദ്യം അവിടെ പോയിട്ട് ഫോർത്ത് നൈറ്റ് അവിടെ പോയിട്ട് ഫോർത്ത് നൈറ്റ് തേർഡ് നൈറ്റ് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അവിടെ പോയിട്ട് എന്തായാലും ഇവർ ആങ്കർ ചെയ്തു. കാരണം ദേ ഡിഡ്ന്റ് വാണ്ട് ടു മൂവ് ഡ്യൂറിങ് ദ ഡേ ടൈം. ഡ്യൂറിങ് ദ ഡേ ടൈം ഇഫ് ദേ മൂവ് ദേ വിൽ ബി ഡിറ്റക്റ്റഡ്. സോ രാത്രി ഇവർ ക്വയറ്റ്ലി മൂവ് ചെയ്ത് ഫോർത്ത് നൈറ്റിൽ ഇവർ മൂവ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം അതിനകത്ത് ഒരു എമ്മോ ഇതോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു മലയാളി ഓഫീസറായിരുന്നു ഈ നെർഗട്ടിൻ്റെ കമാൻഡർ. ഇവർ പോയി അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ നെർഗട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. ഈ 3 ഷിപ്പുകളും കൂടെ, അതായത് മിസൈൽ ബോട്ടുകളും കൂടെ ടാർഗറ്റ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് PNS ഖൈബർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ അഭിമാനമായ ഒരു ഡിസ്ട്രോയറാണ്. ഫസ്റ്റ് ഹിറ്റ് ബൈ PNS നെർഗട്ട്, INS നെർഗട്ട്. അത് ഒരു സൈഡിൽ മാത്രമാണ്, ഷിപ്പിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ്. ബട്ട് ഇറ്റ് ഗോട്ട് ഇൻ ടു ഫ്ലെയിംസ്. പക്ഷേ ഈ ഷിപ്പ് സിങ്ക് ആയിട്ടുണ്ടായിരുന്നില്ല. സോ നെർഗട്ട് ഫയർഡ് another missile and that hit the target right in the center. അതോടുകൂടിയിട്ട് PNS ഖൈബർ താഴോട്ട് പോകണം. 222 സെയിലേഴ്സ് അടക്കം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഹിറ്റ്, ആ ഹിറ്റ് PNS വീനസ് ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ടാർഗറ്റിനായിരുന്നു. അതും ഡാമേജായി, കംപ്ലീറ്റ്ലി ആയില്ല. അത് കഴിഞ്ഞതിന് ശേഷം INS വീർ ഫയർ ചെയ്ത ഒരു മിസൈൽ പോയിട്ട് അവരുടെ കമാരി ഓയിൽ ഫീൽഡ് അതിനെ പോയിട്ട് ഹിറ്റ് ചെയ്തു. ചുരുക്കി പറയട്ടെ, ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ കറാച്ചി എയർഫീൽഡ്, കറാച്ചി പോർട്ട് വാസ് പുട്ട് ഔട്ട് ഓഫ് ആക്ഷൻ. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഇവർക്കിത് മനസ്സിലായിട്ടില്ല, നേവൽ മിസൈൽ ബോട്ടുകളാണ് ഇവരെ ഹിറ്റ് ചെയ്യുന്നുള്ളത്. പാകിസ്ഥാൻ നേവി വിചാരിച്ചു ഇത് എയറിൽ നിന്നുള്ള അറ്റാക്കാണെന്ന്. സോ ദേ ആക്ടിവേറ്റഡ് ദ AD വെപ്പൺ സിസ്റ്റംസ്. ഇവർ ആകാശത്തേക്കാണ് ഫയർ ചെയ്യുന്നത്, കണ്ണുമുക്കില്ലാതെ ഇവർ ഫയർ ചെയ്യാണ്. പക്ഷേ നേവിക്കാർക്ക് മനസ്സിലായി, നമ്മുടെ നേവിക്കാർക്ക് മനസ്സിലായി, ഇനി കൂടുതൽ നേരം നമ്മളിവിടെ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. സോ ദേ വിട്രു. ഇതൊരു ഭയങ്കര മൊറാൽ ബൂസ്റ്ററായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇവരെന്തായാലും തിരിച്ചടിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഓക്കെ എന്നാണ് ഈ മിസൈൽ ബോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ സ്ട്രൈക്ക് കഴിഞ്ഞപ്പോൾ ഈ ബോട്ടുകൾ ഓക്കേലേക്കാണല്ലോ ആക്ച്വലി തിരിച്ചു പോകേണ്ടത്. പക്ഷേ ആക്ച്വലി ദേ ഡിഡ്ന്റ് മൂവ് ടു ദാറ്റ് ബേസ്. അവിടെ നിന്ന് കുറച്ച് ദൂരത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ മിസൈൽ ബോട്ടുകളെ നമ്മൾ ആങ്കർ ചെയ്തത്. പ്രതീക്ഷിച്ച പോലെ തന്നെ പാകിസ്ഥാൻ എയർഫോഴ്സ് ഒക്കെ ആക്രമിച്ചു. അവിടെ നമ്മുടെ കുറച്ച് ഒരു പെട്രോൾ ഡമ്പും ഒക്കെ ഉണ്ടായിരുന്നു, 3-4 ബിൽഡിങ്സ്, അതിനൊക്കെ കേടുപാടുകൾ വരുത്തി. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. പാകിസ്ഥാൻ നേവി ആകെ പേടിച്ച് വിറച്ച് നാശമായി. അവർ ഒരിക്കലൊരു റെക്കഗ്നൈസ് എയർക്രാഫ്റ്റ് വന്നു, പാകിസ്ഥാൻ്റെ റെക്കഗ്നൈസ് എയർക്രാഫ്റ്റ് വന്നിട്ട് ഇന്ത്യൻ നേവിയുടെ വല്ല ഷിപ്പുകളുണ്ടോയെന്ന് നോക്കാനായിട്ട് അവിടെ വന്നു. ആ സമയത്ത് പാകിസ്ഥാൻ്റെ തന്നെ ഒരു നേവൽ ഷിപ്പ് കണ്ടപ്പോൾ ഇവർക്ക് തോന്നിയത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഷിപ്പാണ്. ആ ഷിപ്പിൻ്റെ വില കൊണ്ടുപോയിട്ട് എയർഫോഴ്സ് കൊണ്ടുപോകാൻ വിട്ടു. അത് സിങ്ക് ആയില്ല, പക്ഷെ അതിന് കാര്യമായിട്ടുള്ള ഡാമേജ് പറ്റി. അത് കഴിഞ്ഞു. അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത നമ്മുടെ അറ്റാക്ക്, രണ്ടാമത്തെ അറ്റാക്ക്, അത്
6-ാം തീയതി ആയിരുന്നു. അതിൽ പങ്കെടുത്ത് ഒരേ ഒരു മിസൈൽ ബോട്ടാണ്. ആ മിസൈൽ ബോട്ട് എൻ്റെ പേര് INS വിനാശ് എന്നായിരുന്നു. അപ്പോൾ 2 എസ്കോട്ട് ഷിപ്പുകളും കൂടെ ആണ് പോയത്. ഈ ഷിപ്പുകൾ പോയിട്ട് ഇവർ അവിടുത്തെ 2 കാർഗോ ഷിപ്പുകളെയും വേറെ ഒരു ഷിപ്പിനെയും കൂടെ, എക്സാക്റ്റ് ഫിഗർ ഞാൻ ഓർക്കുന്നില്ല, അതിനെ ന്യൂട്രലൈസ് ചെയ്തു. മാത്രമല്ല ഈ കമാരി ഓയിൽ ഡെപ്പോ ഉണ്ടല്ലോ ഇവരുടെ, അതിൻ്റെ മീതെ വീണ്ടും ഒരു ഫയർ ചെയ്തു. കമാരി ഓയിൽ ഫീൽഡ് വാസ് എൻറ്റയർലി ന്യൂട്രലൈസ്ഡ്. ഇതിന് ശേഷം പാകിസ്ഥാൻ നേവിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഇവർ പിന്നെ പുറത്തോട്ട് വരാനായിട്ട് തയ്യാറായില്ല. ഈ ഷിപ്പുകളെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള മർച്ചൻ്റ് വെസൽസിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് അവർ ഒളിപ്പിച്ചൊക്കെയായിരുന്നു ചെയ്തത്. പാകിസ്ഥാൻ നേവി പിന്നീട് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇതുകൊണ്ട് എന്തുണ്ടായി, ഈ നേവൽ ഷിപ്പുകൾ, അതായത് നമ്മുടെ മിസൈൽ ബോട്ടുകൾ ഇവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ആകെ 7 ദിവസത്തെ FOL മാത്രമേ ഉള്ളൂ. കാരണം പാകിസ്ഥാനിൽ ഫ്യൂൽ ഓയിൽ ലൂബ്രിക്കൻസ് ഒന്നുമില്ലല്ലോ, അതെല്ലാം പുറത്തുനിന്ന് വരണം. നമ്മൾ കംപ്ലീറ്റ് കറാച്ചി ഹാർബറിനെ, കംപ്ലീറ്റ് കറാച്ചി പോർട്ടിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണുണ്ടായത്. അതിനെ കംപ്ലീറ്റ് ബ്ലോക്കേഡ് ചെയ്തു. അത് കാരണത്താലേ പിന്നെ യാതൊരു വിധത്തിലുള്ള സപ്ലൈക്കും യാതൊരു വിധ ചാൻസ് ഉണ്ടായിരുന്നില്ല. അവിടെ കുറേ മർച്ചൻ്റ് വെസൽസ് ഉണ്ടായിരുന്നു. ഈ മർച്ചൻ്റ് വെസൽസൊക്കെ അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു. അവർക്ക് പോകാനായിട്ട് നമ്മളൊരു സേഫ് പാസേജ് ഉണ്ടാക്കി കൊടുത്തു. അവരെല്ലാം അവിടെ നിന്ന് പോയി. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള റോൾ INS വിക്രാന്ത് വിശാഖപട്ടണത്തിൻ്റെ ആ ഭാഗത്തുണ്ടാവുന്നതായിരുന്നു പാകിസ്ഥാൻ നേവിയുടെ അസസ്മെൻറ്റ്. INS വിക്രാന്തിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻകാർ അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സബ്മറീൻ PNS ഗാസിയെ പറഞ്ഞേക്കുണ്ടായത്. ഈ PNS ഗാസി അവിടെ വരുമ്പോൾ PNS ഗാസിയെ ഫേസ് ചെയ്യാനായിട്ട് INS രാജ്പുത് അവിടെ തയ്യാറായിരുന്നു. അപ്പോഴേക്കും INS വിക്രാന്ത് അവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. INS വിക്രാന്ത് ആ സമയത്ത് ചിറ്റഗോങ്ങിനെ ഹിറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. വിക്രാന്തിൻ്റെ ഏറെക്കുറെ ഓപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഗാസി എങ്ങനെയാണ് സിങ്ക് ആയതെന്നുള്ളതിൻ്റെ ഇപ്പോഴും കോൺട്രവേഴ്സിയുണ്ട്. INS രാജ്പുത്ത് എന്നുള്ള അറ്റാക്ക് കാരണത്താലോ ഇനി നേവൽ മൈൻസിൻ്റെ കാരണത്താലോ ആണ് ഇത് സിങ്ക് എന്ന് എക്സാക്ട്ലി അറിയില്ല. പാകിസ്ഥാൻ പറയുന്നത് ആ സബ്മറീൻ്റെ അകത്ത് ഒരു ഇൻറ്റേർണൽ എക്സ്പ്ലോഷൻ ഉണ്ടായി, അത് കാരണത്താലാണ് ഗാസി സിങ്ക് ആയെന്നുള്ളതാണ്. എന്തായാലും PNS ഗാസിയുടെ ആ സിങ്കിങ് പാകിസ്ഥാന് ഒരു വളരെ ഡിമോറലൈസിങ് എഫക്റ്റായിരുന്നു. പാകിസ്ഥാൻ പിന്നീട് ഇന്ത്യയുടെ, അതായത് ഈസ്റ്റേൺ ഭാഗത്തേക്ക് നേവൽ ഷിപ്പിൽ നിന്നും അയക്കേണ്ട. ഇൻ എനി കേസ് ആ മിസൈൽ ബോട്ടുകൾ ആക്രമിച്ചു കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ നേവിയുടെ കഥ ഏറെക്കുറെ കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. INS വിക്രാന്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള റോളായിരുന്നു. INS വിക്രാന്ത് ഒരു എയർക്രാഫ്റ്റ് കാരിയർ കൂടിയാണല്ലോ. INS വിക്രാന്താണ് കംപ്ലീറ്റ് ചിറ്റഗോങ് അതിൻ്റെ അടുത്തുള്ള ബാരിസൽ എന്ന് പറയുന്ന ഒരു നേവൽ ഹാർബർ ഉണ്ടായിരുന്നു. പിന്നെ നാരായൺഗഞ്ച് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടേക്ക് എല്ലാവർക്കും INS വിക്രാന്തിലെ എയർക്രാഫ്റ്റ്സ് പോയി ബോംബാർഡ് ചെയ്തു. കംപ്ലീറ്റ് ചിറ്റഗോങ്ങിനെ നമ്മൾ ബ്ലോക്കേഡ് ചെയ്തു. നേവി പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റൊരു ഓപ്പറേഷൻ ഒരു ആംഫിബിയസ് ലാൻഡിംഗ് ആയിരുന്നു. ആംഫിബിയസ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതിൽ പട്ടാളക്കാരും നേവിയും കൂടെ നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഈ ആംഫിബിയസ്. അതായത് നേവൽ ഷിപ്പിൽ പട്ടാളക്കാരെ കൊണ്ടുപോവുക, അത് കഴിഞ്ഞിട്ട് അവരെ ലാൻഡ് ചെയ്യുക, ലാൻഡ് ചെയ്തതിന് ശേഷം അവരവരുടെ ഓപ്പറേഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി പാകിസ്ഥാനിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന സോൾജിയേഴ്സ് കോക്സസ് ബജാർ വഴി മ്യാൻമാറിലേക്ക്, അന്നത്തെ ബർമ,
ബർമയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. സോ അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. റോമിയോ ഫോഴ്സ് എന്നായിരുന്നു ആ ഫോഴ്സിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് ഒരു GR ബറ്റാലിയൻ ഉണ്ടായിരുന്നു, അതായത് ഗൂർഖ റൈഫിൾസിൻ്റെ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു, ഒരു ആർട്ടിലറി ബാറ്ററി ഉണ്ടായിരുന്നു, വേറെ ഒരു ഇൻഫൻട്രി കമ്പനിയും കൂടി ഉണ്ടായിരുന്നു. ഈ ആംഫിബിയസ് ലാൻഡിങ് നടക്കണമെന്നുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ ആ ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ, അത് സ്മൂത്തായിരിക്കണം. വളരെ സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷിപ്പിന് കരയ്ക്ക് കയറാൻ പറ്റില്ല. സോ അതുമാത്രമല്ല, ടൈഡ് ഫേവറബിൾ ആയിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഈ 2 ലാൻഡിങ് ഷിപ്പും ചെല്ലുമ്പോൾ കോക്സസ് ബജാറിൽ ഇവർ ആ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച ആ സ്ഥലം, അവിടെ ഭയങ്കര ഹൈ ടൈഡ്സ് നടക്കുകയായിരുന്നു, ഗ്രൗണ്ട് അണ്യവനായിരുന്നു. സോ അവർക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നിന്ന് കുറച്ചൊരു ദൂരത്തേക്ക് പോയിട്ടാണ്, അതും വളരെ സ്പ്രെഡായിട്ടാണ് അവിടെ പോയിട്ട് ലാൻഡ് ചെയ്തത്. എന്തായാലും ശരി, ഒരു നല്ലൊരു പരിധി വരെ ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്ന സോൾജേഴ്സിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ 2 നേവൽ ലാൻഡിംഗ് ഷിപ്പിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നേവൽ ചരിത്രത്തിൽ നമുക്ക് നഷ്ടമായ INS കുക്രി, അത് ഈ ഒരു യുദ്ധത്തിലാണ്. അതെ, അന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് നഷ്ടമായിട്ടുള്ള, അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നഷ്ടമായിട്ടുള്ള ഒരേ ഒരു വാർഷിപ്പ് അത് മാത്രമാണ് ഒരു യുദ്ധത്തിൽ. അപ്പോൾ അതെങ്ങനെയായിരുന്നു PNS ഖാസിയുടെ ടോർപിഡോ? INS കുക്രി ദിയു, ഗോവ ദമൻ ദിയു എന്ന് നമ്മൾ പറയല്ലോ, ദിയു ഒരു യൂണിയൻ ടെറിട്ടറി ആണല്ലോ. അതിൻ്റെ തീരത്ത് ഏകദേശം ഒരു 80 to 100 നോട്ടിക്കൽ മൈൽസ് ദൂരത്തിലാണെന്നാണ് പറയുന്നത്. എക്സാക്റ്റ് അത് നമുക്കറിയില്ല. അവിടെയായിരുന്നു ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഈ ഷിപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഒരു സബ്മറൈനൊക്കെയാണ്. ആ സബ്മറൈൻ ആണ് INS കുക്രിയെ ടാർഗറ്റ് ചെയ്തത്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കുക്രിയുടെ മീതെ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. സോ കുക്രി വാസ് ഹിറ്റ്. കുക്രി വാസ് ഹിറ്റ്, ദ ഹോൾ ഷിപ്പ് വെൻ്റ് ഡൗൺ. അതിൻ്റെ അകത്ത് അതിൻ്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ആ ക്യാപ്റ്റൻ ആ ഷിപ്പോട് കൂടിയിട്ട് താഴോട്ട് പോവുകയാണ്. സാധാരണഗതിയിൽ നേവിയിൽ ഒരു ക്യാപ്റ്റൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഷിപ്പിനെ ഉപേക്ഷിക്കില്ല. അഥവാ ഷിപ്പ് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ താഴോട്ട് പോകുന്നതാണ്. ഷിപ്പിലുള്ള കുറേ ആൾക്കാരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടുള്ളൂ, പക്ഷേ ഐ വിൽ നോട്ട് ലീവ്. ആൻഡ് കുക്രി വെൻ്റ് ഡൗൺ. വാജിദ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ നേവിയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിനും നഷ്ടപ്പെട്ട ഏക ഷിപ്പ്. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെറ്റ് ബാക്ക്. ഡിസംബർ 4-ാം തീയതിയാണ് നേവൽ ഡേ. അതിൻ്റെ പ്രത്യേകത, അന്നാണ് നമ്മുടെ ഈ 3 മിസൈൽ ബോട്ടുകളും കറാച്ചി അറ്റാക്ക് ചെയ്തത്, ബോട്ടിനെ അറ്റാക്ക് ചെയ്തതും കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്തതും. സോ നേവിയുടെ റോൾ ഞാൻ വിവരിച്ച പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളായിരുന്നു. അവരുടെ കംപ്ലീറ്റ്ലി ലോജിസ്റ്റിക് സപ്ലൈ ചെയ്യുന്ന പാകിസ്ഥാൻ്റെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയത് ഇന്ത്യൻ നേവിയുടെ വേണ്ടിയിട്ടാണ്. ബംഗ്ലാദേശിലേക്ക് യാതൊരു വിധത്തിലുള്ള സപ്ലൈ എത്തിക്കാൻ പറ്റിയില്ല. കറാച്ചിയിൽ നിന്ന് അവരുടെ ഓപ്പറേഷൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ FOL. ആ FOL സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല.